വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജീസുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ റീഡിംഗിൽ വരാണെങ്കിൽ സ്വീകരിക്കുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്യുന്ന റീഡിംഗ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയായിരിക്കും ഒരു എനർജി ഷിഫ്റ്റ് ആകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നിൽക്കുന്നത് ഒരു പാസ്റ്റിലാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ ഒത്തിട്ടുള്ള ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്ന പേഴ്സണെ കുറച്ചും കൂടി ആ വ്യക്തിയുടെ വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗുഡ് സൈഡ് എന്താണ്, നിങ്ങൾ എങ്ങനെയായിരുന്നു ആ പേഴ്സൺ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തിയുടെ ഒരു എനർജിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികളായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന റീഡിംഗ് പോലെയാണ് ഈ ഒരു കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു നൊസ്റ്റാൾജി മൂമെൻറ്റ്സിലാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ എന്താണ് ഒരു ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ആ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, നിങ്ങളൊത്തുള്ളൊരു ലൈഫാണെങ്കിൽ കൂടി നല്ലൊരു സ്റ്റേബിളായ രീതിയിൽ, നല്ല ഉറപ്പുള്ള ദൃഢതയുള്ളൊരു റിലേഷൻഷിപ്പായിട്ട്, ദൃഢതയുള്ള ഒരു ലൈഫായി പോകണം എന്നാണ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷനായിട്ട് കൊണ്ടുപോകാനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതേസമയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു ഭയമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഹെഡ് എടുത്ത് പോയാൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും അൺഹെൽത്തി റിലേഷൻഷിപ്പോ ടോക്സിക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ വളരെ തിരിച്ചടികൾ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ എന്തെങ്കിലും വാക്തർക്കങ്ങളോ കാര്യങ്ങളോ ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായി കാണണം. ആ വ്യക്തിക്ക് ആ ഒരു ഭയം മനസ്സിലുണ്ട്. തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളും ഒത്തുള്ളൊരു ലൈഫ് എന്നുള്ളൊരു ഡിസിഷൻ എടുത്താൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളൊരു നിലപാട് മാറുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടു, അവർക്കുള്ളൊരു സ്വാതന്ത്ര്യം, അവർക്കുള്ള ഒരു സ്പേസ്, അവരുടെ കംഫർട്ട് സോണൊക്കെ പോകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, ആ വ്യക്തിക്ക് അറിയാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പേഴ്സണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വെച്ച പല കാര്യങ്ങളുണ്ടാകാം, അതൊരു മിസ്കമ്മ്യൂണിക്കേഷനിൽ പോയ പല ടോപ്പിക്സ് ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ ഒരു നിലപാട് ഒരു പ്ലാനിങ് ആണ്. എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ വ്യക്തിക്ക് പ്ലാനിങ് ഉണ്ട് മനസ്സിൽ. എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് വലിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ടൈമാണ് ആ വ്യക്തി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവി എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തി കൂടുതലായിട്ട് ഇപ്പോൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ ഇതുവരെ തരാത്ത എന്തെങ്കിലും വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയുടെ ഒരു നിലപാട്, ഉറച്ചൊരു നിലപാടിനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ, ആ വ്യക്തി എന്തായാലും ഒരു തീരുമാനമായിട്ട് വരാനാണ് സാധ്യത. ആ വ്യക്തി നിങ്ങളും ഒത്തുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഈ ഇതിന് മനസ്സിലാവുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ ഒരു റീയൂണിയൻ റീകൺസിലിയേഷനുള്ള സാധ്യത ഏറെയാണ്. ആ വ്യക്തി ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു അപ്പോളജൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അപ്പോളജൈസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് ഇടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോപ്പ് കാണുന്നുണ്ട്, ആ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ളൊരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ആ വ്യക്തി എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്, ഒരിക്കലും വീക്കായിട്ടുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് അനുഭവം ഉണ്ടായിരിക്കാം ആ വ്യക്തി തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ അങ്ങനെ. പക്ഷേ ഈ ഒരു ടൈമിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. വളരെ സ്ട്രക്ചറായി, വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട്, അതായത് എടുക്കുന്ന തീരുമാനം ഇനി മാറരുത് എന്ന് ഉള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ആ വ്യക്തി ഇവിടെ ടൈം എടുക്കുന്നത്, അവരുടെ കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ സമയം എടുക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം ആ വ്യക്തിക്ക് ഇനി എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനോ, അല്ലെങ്കിൽ മാറിപ്പോകാനോ, മാറ്റി പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇപ്പോൾ എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളൊരു കാര്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്.
നിങ്ങളുടെ മോശവശങ്ങൾ പറഞ്ഞല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോരുന്ന പേഴ്സൺ ആണെങ്കിൽ കൂടി ഇപ്പോൾ അവർ നിങ്ങളെ നല്ല പാട്ട് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്റ്റൻസ് വന്നപ്പോഴായിരിക്കണം ആ വ്യക്തി പല കാര്യങ്ങളും മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ടോട്ടലി റൊമാൻറ്റിക് ആയിട്ട്, അതുപോലെ തന്നെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. വളരെ സാവകാശമായിരിക്കാം, സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കില്ല ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ വളരെ നിങ്ങൾക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നിട്ട് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കൂടുതലായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പേരിന് മാത്രം പോകുന്ന റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ളൊരു ആൻസർ തരാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നിലപാട് മനസ്സിലാക്കാനായിട്ട് ഉടനെ സാധിക്കും എന്നാണ് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെയൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.